ബലൂട്ടാണ് കേട്ടോ. ഇതിവിടുത്തെ മുട്ടയാണ്. അതായത് ഫിലിപ്പീൻസിലെ വയാഗ്ര എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഈ ബലൂട്ടെന്ന് പറയുന്നത് താറാവിൻ്റെ എംബ്രിയോ ആണ് കേട്ടോ. അതായത് 14 ദിവസം തൊട്ട് 21 ദിവസം വരെ ഇൻക്യുബുലേറ്റ് ചെയ്ത ഒരു മുട്ടയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തോടൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. തോടൊക്കെ പൊട്ടിച്ചിട്ട് നമുക്കിതിൻ്റെ അകത്തുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അതായത് അതൊരു കുഞ്ഞിങ്ങനെ വിരിഞ്ഞ് വരുന്ന ഒരു എംബ്രിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ടോ അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട്. മഞ്ഞക്കരുവിൻ്റെ ഒരു അംശമൊക്കെ കാണുന്നുണ്ട്. പിന്നെ കുഞ്ഞ് വിരിഞ്ഞ് വരുന്ന എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് ഫിലിപ്പീൻസിൽ 25 പെസോയാണ് കേട്ടോ ഒരു ബലൂട്ടിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് വിനാഗറൊക്കെ ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഈ ബോട്ടിലിനകത്ത് എന്തൊക്കെ കുറേ മുളകും വേറെ എന്തൊക്കെയൊക്കെ ചേർത്തിട്ടുള്ളത് കേട്ടോ. വെളുത്തുള്ളി അങ്ങനെ എന്തൊക്കെയൊക്കെ ചേർത്തിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇതൊഴിച്ചു ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. 1885 ചൈനക്കാരാണ് ഫിലിപ്പീൻസിൽ ബലൂട്ടിനെ പരിചയപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതിന് മുമ്പ്? ഇല്ല. അപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാല്ലേ? ഞാൻ മാത്രം ആക്കുന്നതിനാ. അത് കഴിഞ്ഞ് കൊള്ളാമെങ്കിൽ ഞാനും കേൾക്കാം. നമ്മുടെ മഞ്ഞക്കറി കഴിക്കുന്നില്ലേ മുട്ട, അതേ ടേസ്റ്റാണ്. ഇത് പ്രോട്ടീൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ കൂടുതൽ അളവുള്ള ഒരു ഭക്ഷണം കൂടിയാണ്. ഫിലിപ്പീൻസുകാരുടെ ഒരു എന്താ പറയുക ഒഴിച്ചുകൂടാനാവാത്ത എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം കൂടിയാണ് കേട്ടോ ബലൂട്ട് എന്ന് പറയുന്നത്. ഇത് ഫിലിപ്പീൻസിലെ ഒരു മെയിനായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. നമ്മൾ ഏകദേശമുള്ള സ്ട്രീറ്റുകളിൽ പോയാലും ഒത്തിരി കടകളിൽ ഈ സംഭവം ബലൂട്ട് കാണാറുണ്ട്. കൊള്ളാമോ? കഴിച്ചോക്ക്. കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. കഴിച്ചോ, വേറെ കുഴപ്പമില്ല. കഴിക്കില്ല, വേറെ കുഴപ്പമില്ല. അങ്ങനെ അപ്പം ഞാനൊരു ബലൂട്ട് കഴിച്ചപ്പോഴത്തേക്കും മനു എന്ത് ചെയ്തു, ഒരു ബലൂട്ട് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. 5 വർഷം ഫിലിപ്പീൻസിലുണ്ടായിരുന്നിട്ട് ഇപ്പോഴാണ് ബലൂട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കണ്ണും പൊട്ടിയാൻ കഴിച്ചാൽ മതി. ഇല്ലടാ കഴിക്കടാ, വേറെ കുഴപ്പമില്ല. ഇതിൽ വൈറ്റമിനുകളായ A, D, E, B എന്നിവയും ഇരുമ്പ്, ഫോസ്ഫറസ്, സെലീനിയം, സിങ്ക് തുടങ്ങിയ ധാതുക്കളൊക്കെ ഈ ബലൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹൃദ്രോഗത്തിന് ഉത്തമമായ omega-3 ഫാറ്റി ആസിഡൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിനാഗർ ഒഴിക്കും. ശകലം ഉപ്പും കൂടി ഇട്ടാൽ മതി. അതിനുണ്ട് കൊള്ളൂലേ? ഞാൻ പറഞ്ഞല്ലേ കൊള്ളാന്ന്, വെരി ടേസ്റ്റി ആണെന്ന്. എന്താ മനു ശകലം കഴിക്കുന്നുണ്ടോ? നേരത്തെ ഞാൻ കഴിക്കാൻ പറഞ്ഞു, അപ്പോഴവർക്ക് പാടാണ്, ടേസ്റ്റ് പിടിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞത് കണ്ടോ. എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയാണ്? എങ്ങനെയുണ്ട്? പിടിച്ചില്ല? മനുവിന് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? എന്നിട്ട് മേടിക്കണം. കോഴിയുടെ ലിവർ കഴിക്കുന്ന വേറെ ടേസ്റ്റ്. ആ മഞ്ഞ നല്ല ബോയിൽഡ് ആയിട്ടിരിക്കുന്ന അതേ ഒരു ഇതാണ്. ഇത് ഈ കുട്ടയ്ക്കകത്താണ് ഇത് സംഭവം വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്താണ് മുട്ട ഇങ്ങനെ ചൂടോടെ വെച്ചിരിക്കുന്നത്. നല്ല മുട്ടയുടെ എടുത്ത് തരുമ്പോഴേ നല്ല ചൂടാണ് കേട്ടോ. അതിൻ്റെ കൂടെയാണ് അവർ ഈ എന്താ പറയുക വിനെഗർ പോലത്തെ സാധനം. അതിൽ മുളകൊക്കെയാണ് കേട്ടോ. മുളകും പിന്നെ ഉപ്പുണ്ട്. ഇതിത്രയും അതിനകത്ത് സോസായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. ശരി, താങ്ക് യു.